അവയെ പോലെയുള്ളവർ. ഹല്ലേലൂയ. ആമേൻ. വീടിനകത്ത് നാല് ചുവരിനകത്ത് ഒതുങ്ങിയിരിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ദൂതന്മാരിൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ നനയ്ക്കുവോളം ചുമക്കുന്ന കർത്താവേ, വാർദ്ധക്യത്തിൽ ചുമക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഒരമ്മയെ പോലെ മാറോട് അണയ്ക്കുന്ന കർത്താവേ, അങ്ങനെ കരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് തൽക്കാലം കൂലിപ്പണി എടുക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബിസിനസ് ചെയ്യുന്നവർ, വാഹനോടിച്ച പ്രവൃത്തി ചെയ്യുന്നവർ, കർഷകരായി പണി ചെയ്യുന്നവർ, മറ്റ് കമ്പനികളിൽ പണി ചെയ്യുന്നവർ, വർക്ക് ചെയ്യുന്നവർ, വിദേശ രാജ്യത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, രാജ്യ സേവനത്തിലായിരിക്കുന്ന നമ്മുടെ മക്കൾ, അവരൊക്കെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. സഭയുടെ ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. ഒരു മതിൽക്കെട്ട് പോലെ അവരെ കാത്തു സൂക്ഷിക്കുന്നത്. ആമേൻ. അവർക്ക് ചുറ്റും തീ മതിൽ കെട്ടുവാൻ, അവർ കടന്നു ഓരോ മേഖലകളിലും കർത്താവ് ഉറപ്പിച്ചവരെ നിർത്തുവാൻ, അധ്വാനിപ്പാൻ കൃപ കൊടുക്കുവാൻ, ആത്മാവിന്റെ തേജസ്നാൽ പൊതിയപ്പെടുവാൻ, ആരോഗ്യവും സുഖവും ബലവും കൊടുക്കുവാൻ അവർ കടന്നു പോകുന്ന ആമേൻ ആ മേഖലകളിൽ, തൊഴിൽ സ്ഥാപനങ്ങളില്, തൊഴിലായി കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ യോസേഫിനെ കുറിച്ച് ഹല്ലേലൂയ പോത്തിഫർ പറഞ്ഞതുപോലെ ഇവന്റെ മുഖത്ത് ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കാണുന്നു, ഇതൊരു ദൈവ പൈതലെന്ന് ഞങ്ങൾ കാണുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസികൾ എവിടെ പോയാലും അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ മറ്റുള്ളവർ ഇവരുടെ മുഖത്തുകൂടി കാണുവാൻ, ഇവിടെ പ്രവർത്തനങ്ങളിലൂടെ കാണുവാൻ, ഇവിടെ സ്വഭാവത്തിലൂടെ കാണുവാൻ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ബിസിനസ്സുകൾ വർദ്ധിക്കട്ടെ, അവർ സമ്പന്നരാകട്ടെ, അധ്വാനങ്ങളെ ദൈവം മാനിക്കുക. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തപ്പാ. യൗവനക്കാരായ ആൺമക്കളെ പെൺമക്കളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. വീടുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, പഠനം പൂർത്തീകരിച്ച് മടങ്ങി വരുവോളം യേശുവിന്റെ രക്തത്തിൽ പൊതിയുവാൻ ഹല്ലേലൂയ അവർക്ക് നല്ല ഭാവി, നല്ല പഠനം കൊടുത്ത് നല്ല ഉദ്യോഗസ്ഥരായി തീരുവാൻ ഹല്ലേലൂയ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വൈകളെ തുറന്നാട്ടെ. നമ്മുടെ മക്കളാണ് അവർ. ആമേൻ. അന്യദേശത്തായിരിക്കാണ്, അവിടെ അവരെ കാക്കുവാൻ ആരുമില്ല. പക്ഷേ ദൈവത്തിന്റെ ദൂതന്മാർ ആമേൻ കാത്തവരെ പരിപാലിക്കുവാൻ ആമേൻ നമുക്ക് സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, കുഞ്ഞുമക്കളെ നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തത്തിന്റെ ഉള്ളിൽ തരികയാണപ്പാ, അതിന് മുൻപ് പിൻപോടേക്കാണ് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അനർത്ഥങ്ങൾ കൂടാതെ വിടുവിക്കാൻ നന്ദി യേശുവേ. ഹല്ലേലൂയ. കൊച്ചുമക്കളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താട്ട് ഈ തലമുറ, ഈ വളർന്നു വരുന്ന തലമുറ ആമേൻ ദൈവരാജ്യത്തിന് പ്രയോജനം ചെയ്യട്ടെ. പഠനങ്ങൾ പിടിച്ചെടുക്കട്ടെ, രക്ഷകൾ പിടിച്ചെടുക്കട്ടെ, അനുസരണമുള്ള ഒരു തലമുറയായി തീരട്ടെ. മാതാപിതാക്കളെ അനുസരിക്കട്ടെ, ദൈവത്തെ ഭയപ്പെടട്ടെ, ദൈവത്തെ സ്നേഹിക്കട്ടെ. ആമേൻ. നല്ല പഠനമുള്ള തലമുറകളായി തീരട്ടെ. യേശുവാ, ഞങ്ങളുടെ സഭയിലെ കൊച്ചുമക്കളെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. ലോകത്തിൽ നിന്ന്, ഭാരതത്തിൽ നിന്നൊക്കെ വിടുവിക്കാൻ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ രഘുനഗശതലഘടക ലിബാധനഘടക മനശ്ശാദവാനവ. ഹല്ലേലൂയ. ഭാവി ജീവിതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന തലമുറകൾക്ക് വേഗത്തിൽ ഭാവി ജീവിതത്തെ കൊടുക്കുവാൻ ടെസ്റ്റിനെല്ലാം എഴുതി ഇന്റർവ്യൂ പോലും കഴിഞ്ഞിട്ട് ഒരു തൊഴിൽ ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ സഭയിലെ മക്കൾ ഉദ്യോഗസ്ഥരാകട്ടെ. യേശുവിൻ നാമത്തിൽ അത് സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഭാവി ലഭിക്കട്ടെ. തക്കതായി തുണയെ സ്വർഗത്തിൽ കർത്താവ് കൊടുക്കുകയാണ്. ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന ഒരു സഭയായി ഇതിനകത്ത് ഏത് വ്യക്തി വന്നാലും ആമേൻ ക്രിസ്തുവിന്റെ സ്നേഹം കാണുവാൻ, അവർ അനുഭവിക്കുവാൻ, അവർ വളരെ രോഗ സൗഖ്യം അനുഭവിപ്പാൻ, അവർ ശൗര്യ പോലെ യേശുവിനെ കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ നന്ദി കർത്താവേ. വർഷിപ്പിച്ചിരുന്ന കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താണ്. ഹല്ലേലൂയ. ദേശത്തിലേക്ക് ചെല്ലുമ്പോൾ പട്ടണങ്ങൾ പിടിച്ചെടുക്കുവാൻ അവരിലെ ക്രിസ്തുവിന്റെ സ്നേഹം
നമ്മെ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ തന്റെ ജീവിതയാത്രയിൽ തന്റെ മേൽ വരുന്ന കഷ്ടങ്ങളും ദുരിതങ്ങളും നോക്കിയിട്ട് ഒരിക്കലും നിരാശപ്പെട്ടില്ല. തന്റെ ജീവിതം പ്രത്യാശയിലേക്ക് നയിച്ചു. കാരണം അതുകൊണ്ട് താൻ സന്തോഷത്തോടെ പറയുന്നതിന് ഫലമാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ്, ഒരുപാട് ഭാരപ്പെടുകയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നെല്ലാം നമ്മൾ ഒരു ചെറിയ വേദന വരുമ്പോൾ പോലും ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണ് മനുഷ്യൻ. നിരാശയിലായിട്ടുള്ള അനേക അനുഭവങ്ങൾ നമ്മെയും പൗലോസിനെ ഇതുപോലെ വേട്ടയാണ്. പക്ഷെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന ഒരു പ്രശ്നവും പൗലോസ് നോക്കിയിട്ട് താൻ നിരാശനാകുന്നില്ല. താൻ തിരിച്ചു പറയാതെ നടുവിൽ എന്നിൽ വെളിപ്പെടുവാണ് തേജസ്. അത് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അതുകൊണ്ട് പറഞ്ഞ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടതല്ലോ നാം ധൈര്യപ്പെടുക. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുടരാകുന്നതോറും സന്തോഷിച്ചു. ഈ ലോകത്ത് ചില പറയും ഞാൻ വളരെ കഷ്ടപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, നമ്മെ പൊന്നുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നത്. പൊന്നിന്റെ വില ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം. നമ്മുടെ മനുഷ്യരെല്ലാം വളരെ ഭയത്തിലാണ്. കാരണം ഇതെല്ലാം ഉള്ളവർ കൊള്ളയടിച്ചു പോകുന്നൊരു ഭയം ഒരു ഭാഗത്തുണ്ട്. എന്ത് സംഭവിക്കും? പക്ഷേ സ്വർഗം ഈ പൊന്നപ്പിള്ളി അവിടെ സൂക്ഷിക്കുന്നു. അതിനേക്കാൾ വിലയാണ് നമ്മുടെ ആത്മാവ്. പക്ഷെ അത് നാം മറന്നുപോവുകയാണ്. അതാണ് നമുക്ക് പ്രത്യാശയിൽ സന്തോഷിപ്പാൻ കഴിയാതെ പോകുന്നത്. നാം അത് തിരിച്ചു പറയും, അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയോ. അതൊരിക്കലും പറയും. യേശു തന്നെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിലെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുന്നു പറഞ്ഞു ചോദിച്ചാൽ, നിരാശയെ ജയിക്കുന്ന ഒരു കൃപ നമ്മുടെ ദൈവം അയക്കുന്നുണ്ട്. പ്രശ്നങ്ങളെ ജയിക്കുവാൻ ദൈവം കൃപ നമ്മുടെ മേൽ പകരുന്നുണ്ട്.
പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ കൃപ നമ്മുടെ മേൽ ദൈവം പറയുന്നുണ്ട്. ലോകം പറയും ഞാനില്ലെങ്കിൽ പിന്നെ അവർ ജീവിക്കുന്നത് കാണട്ടെ. ഞാനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഞാൻ പറയും സ്തോത്രം, അത് നമ്മുടെയൊക്കെ ചിന്തകളാണ്, അല്ലെങ്കിൽ നമ്മെ തകർക്കുവാൻ ശത്രുവിക്കുന്ന ചില പഴുതുകളാണ്, പദ്ധതികളാണ്. ആരൊക്കെ ഞാൻ പറയും കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല എന്ന് പറയുന്ന കർത്താവ് പറയും, ഞാൻ കൃപമേൽ കൃപ നിന്റെ മേൽ പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാം സന്തോഷമായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാകും. പണത്തിനൊരു കുറവില്ലെങ്കിൽ, ബന്ധങ്ങൾക്ക് കുറവില്ലെങ്കിൽ, എല്ലാവരും ഹല്ലേലൂയ നിങ്ങളെ കൂടെ വന്ന് കാണുന്നതിന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഓർക്കണം, നമ്മൾ ലോകത്തിലാണ്, ദൈവത്തിലല്ല. നിങ്ങൾ കർത്താവിനോട് പറ്റിയിരിക്കുന്ന ജീവിതമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭു കർത്താവിൽ നിങ്ങളെ അകറ്റാൻ വേണ്ടി ചില പ്രശ്നങ്ങൾ വരും. ശ്രദ്ധിക്കണേ, ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ദൈവസ്നേഹത്തിൽ അകറ്റുവാണ്. നമ്മൾ ആദ്യം അറിയും. ചില പറയും ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്നെ ആധാരപ്പെടുത്തിയോ. നിങ്ങൾ ശസ്നേഹിച്ചതുകൊണ്ടല്ല, നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് ഈ ലോകത്തിന്റെ പ്രഭുവായെന്ന് മനസ്സിലായി ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാകത്തില്ല. ഇവരെ കരയിച്ച് നിരാശപ്പെടുത്തി ദൈവമാണ് ബന്ധം അകറ്റണം. നോക്കണം, നമ്മെ സ്നേഹിച്ച കർത്താവ് ആ സ്നേഹത്തിന് വേണ്ടിയാണ് ആ സ്നേഹനിധിയായ ഈ കർത്താവിനെ കാരുടെ കൊലം വരുത്തി തകർത്തത്. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം വായിച്ചിട്ടുണ്ട്. 17-18 നാം മക്കളെങ്കിലോ അവകാശികളാണ്. നമ്മുടെ മക്കളായി സന്തോഷം കൂടി ഭൗതിക മക്കളാകട്ടെ. മക്കളെന്ന് പറഞ്ഞ അമ്മയപ്പന്മാർ ധാരാളം സ്നേഹിച്ചു മക്കളെ. ചിലപ്പോ ഈ മക്കൾ അമ്മയപ്പന്മാരെ അതുപോലെ സ്നേഹിച്ചിരിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചൊരു പ്രസംഗം ഓർമ്മയുണ്ടാവും. നാം ഹൃദയത്തോടെ സ്നേഹിച്ചു, അവർ നമ്മെ സ്നേഹിച്ചില്ല എന്ന് അറിയുവാൻ ഒരുപാട് വൈകി. അങ്ങനെ ഒരു പ്രസംഗം ഞാൻ പ്രസംഗിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ധാരാളം സ്നേഹിച്ചു, പക്ഷേ അവർ അല്പം പോലും നമ്മെ സ്നേഹിച്ചില്ല എന്നുള്ള കാര്യം നാം അറിയാൻ വൈകിപ്പോയി. ഇതാണ് ലോകം. എന്നാൽ യേശു സ്നേഹിക്കുന്ന സ്നേഹം അങ്ങനെയല്ല. അതുകൊണ്ട് 1 യോഹന്നാൻ 3:1 പറഞ്ഞു, കാണുകയും നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി. ആ സ്നേഹമാണ് കൃപയിലേക്ക് നമ്മെ നയിച്ചത്. ആ സ്നേഹമാണ് ക്രൂശിൽ താൻ സ്വയം രക്തം ചിന്തിയിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ കാരണമായി തീർന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ലായെങ്കിൽ അങ്ങനെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. നാം മറ്റുള്ളവർക്ക് വേണ്ടി ചാകണം എന്നാണ്. അതുകൊണ്ട് അവരോ ഞാൻ സഭയ്ക്ക് വേണ്ടി എന്നെ തന്നെ ക്രൂശിൽ കൊടുത്തു. അടുത്ത് പറയുന്നത് സഭയാകുന്ന ഭാര്യയ്ക്ക് വേണ്ടി. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് സഭയുടെ എഴുന്നേൽപ്പാണ്. ഭർത്താവിന് കിരീടമാണ്. ആ സഭയെ സൂക്ഷിക്കണം. ജീവൻ പോകുമ്പോളം എന്തൊക്കെ സംഭവിച്ചാലും സ്വന്തം ശരീരങ്ങളെ പോലെ ദൈവസഭയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹലോ, അപ്പോ നാം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ പലപ്പോഴും പറയാറുണ്ട്, എന്നെ മനസ്സിലാക്കാനായിരുന്നു. കർത്താവ് നന്നറിയണം. അതുകൊണ്ട് സംഗീതം പറയാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു എന്ന് നിരൂപണമൊക്കെ ദൂരത്ത് നിന്ന് നീ ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് പോലും എന്റെ ഹൃദയത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. അപ്പൊ നാം ചിന്തിക്കുന്നതിന് അപ്പുറമായി നമ്മൾ എന്ത് പറയുമെന്നുള്ള കാര്യം, ഞാൻ ഇന്നിവിടെ എന്ത് പ്രസംഗിക്കുന്നുള്ള കാര്യം അത് പറയാം. എനിക്കറിയത്തില്ല, സത്യം ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ കർത്താവിന് എല്ലാം അറിയാം. ഇവിടെ നിങ്ങൾ പാട്ട് പാടിയെന്ന് ഞാൻ ചിന്തിക്കായിരുന്നു, ദൈവം ഈ പാടിയ പാട്ടിനനുസരിച്ചാണ് എനിക്ക് വചനം തന്നിരിക്കുന്നത്. ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു.
ഞാൻ ആ വചനത്തെ ഓർത്ത് വീണ്ടും സ്തുതിക്കുകയായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഞാൻ ദൂത് തയ്യാറാക്കുമ്പോൾ ആ ദൂതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒന്നിലധികം പാട്ടുകൾ ഈ സഭയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ പാടാറുണ്ട്. കുഞ്ഞുങ്ങളോട് ഞാൻ ഒരിക്കലും ഇന്ന പാട്ട് പാടാൻ കേട്ടോ എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വചനം ഏത് നിലയിലാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുമ്പോൾ ആ നിലയിലുള്ള പാട്ടുകൾ കേൾക്കാം, ആ നിലയിൽ പ്രാർത്ഥിച്ചു വരുന്നത് കാണാൻ കഴിയും. ആ നിലയിൽ എന്തൊക്കെയോ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും കാതുകൾ കേൾക്കാറുണ്ട്. ഞാൻ ചിന്തിക്കുമ്പോ ഇതൊക്കെ കർത്താവ് ഒരുക്കി വയ്ക്കുന്ന മുമ്പേ തന്നെ കഴിഞ്ഞ ദിവസമേ അവനോട് സംസാരിക്കാനുള്ള വചനം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ കർത്താവ് എനിക്ക് തന്നു നൽകിയിരുന്നു. ഇപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ കർത്താവ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് കാണുന്നല്ലോ എന്നോർത്ത് നന്ദി പറയാറുണ്ട്. എന്താണ് രഹസ്യം എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാം. ആത്മാവ് ആത്മാക്കളെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ, ആത്മാവിന്റെ ആഴങ്ങളെ ആരാഞ്ഞെടുക്കുന്ന മനുഷ്യനാണ്. എല്ലാ ഹൃദയ രഹസ്യങ്ങളെയും കാണുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെഹെസ്കേൽ പറയുകയാണ്, സ്തോത്രം, നോക്ക്, ഇസ്രായേലിനോട് വിളിച്ചു പറ, അവർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന കാര്യവും ഞാൻ അറിയുന്നു എന്ന് പറ. ഇതാണ് യെഹെസ്കേൽ പറയുന്ന കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവവൈദ്യരെ, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ രഹസ്യങ്ങളെയും കാണുന്ന ദൈവമാണ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ വാക്കുകളെ ഓർത്ത് നിരാശപ്പെടുമ്പോൾ, വ്യാകുലപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങളിൽ എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. അവർ പറഞ്ഞ വാക്കുകളെ, നിരാശപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളെ തള്ളിക്കളഞ്ഞവരുടെ കർത്താവിൽ ലോകം എന്നെ കരയിപ്പാൻ, ലോകം എന്നെ നിരാശപ്പെടുത്തുവാൻ പലതും കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ മുറിപ്പെടുത്തുമ്പോൾ, കർത്താവേ നീ മുറിവ് കിട്ടി എണ്ണ പുരട്ടി ശമിപ്പിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും തിരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഏതുവരെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നടക്കുമോ, നിരാശ ഏറിക്കൊണ്ടിരിക്കും. കർത്താവ് ലോകം എന്നെ കരയിക്കുന്ന ധാരാളമുണ്ട്. അങ്ങേക്ക് എന്താണ് ഒരു പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാവ് വചനത്തിന് ഇതുവരെ നിങ്ങളോട് അതന്നെ കഴിച്ച പറയാം. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഒരു ശക്തിയായി വന്നിട്ട് ഒരു വ്യക്തിയായിരുന്നു സംസാരിക്കുന്ന ആളാണ്. കൊലോസ്യർ 1:27 അങ്ങനെയാ പറയുന്നത്. നോക്കിയേ, കൊലോസ്യർ 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോ ക്രിസ്തുവിന് നാം സംസാരിക്കാൻ ഇടം കൊടുക്കണം, അവസരം കൊടുക്കണം. നാം എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് അതെല്ലാം പരിശുദ്ധാത്മാവ് പറഞ്ഞു പറയരുത്. അത് ശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം. കർത്താവേ, ഈ വിഷയത്തിൽ എനിക്ക് എന്താണ് പറയുവാനുള്ളത്, എന്താണ് ചെയ്യുവാനുള്ളത്? ഹല്ലേലൂയ. ഞാൻ എങ്ങനെയാണ് കാര്യം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിക്കണം. 52 വായിച്ച് എടുത്തോ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാകരം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ അകത്താരുണ്ട്. യേശു ഇരിക്കുകയാണ്. നിങ്ങളെ ഏകനായി വിട്ടേക്കില്ല. അതുകൊണ്ട് നീ വ്യക്തപ്പാട് പോകത്തില്ല. നീ ഓടിപ്പോയത് ദൈവമായ യഹോവ നിനക്കുമായി നടക്കും. കാരണം ക്രിസ്തു ഉള്ളിലിരിക്കുകയാണ്. അവന്റെ പൈതലാണ്, മകനാണ്, പ്രിയ മക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് അവർ നീക്ക് വിലയേറിയവനാണ്. ഞാൻ നിനക്ക് പകരം ജാതികളെയും മറ്റു മനുഷ്യരെയും കൊടുക്കും. അപ്പൊ ഈ ക്രിസ്തു നമ്മുടെ ഈ മനുഷ്യനകത്തിരുന്ന് പറയാണ്, നീ ധൈര്യപ്പെടാതെ. ഞാൻ ചൊല്ലട്ടെ, നിങ്ങളുടെ ഹൃദയത്തിനകത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ഇരുന്നു കൊണ്ട്, എന്റെ പ്രിയതമനെ ഫലവത്തായ കുന്നിന്മേൽ ഏറ്റവും നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി ചക്കും കുടിച്ചിട്ട് കാത്തിരിക്കുന്ന കർത്താവ് പറഞ്ഞതുപോലെ ഇതുപോലെ മനുഷ്യന്റെ ഹൃദയത്തെയാണ് വിളിക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ ആനന്ദമാണ്. അവന്റെ ജീവിതത്തിൽ വരേണ്ട സുഗന്ധം വരുന്ന രുചി പകരുന്ന വാക്കുകളെ കൊടുക്കുകയാണ്. ഇതിനാണ് പ്രവാചകൻ യിരെമ്യാവ് പറയുന്നത്, നീ അളവായി ഉപയോഗിച്ച് ഉത്തമമായി പ്രസ്താവിച്ച എന്റെ വായ് നിന്റെ വായായിരിക്കും. അതുകൊണ്ട് പറഞ്ഞു, നീ വ്യസനിക്കാതിരിക്കുവാൻ, കേൾപ്പാൻ വേഗതയും അറിയുവാൻ താമസമുള്ളവരായിരിക്കണം. നീ വ്യക്തപ്പാട് കാണിക്കരുത്. വാക്ക് എന്ത് പറയണമെന്നതിന് അതൊക്കെ സമയത്ത് പറഞ്ഞുതരാം. കാരണം നിന്റെ ഉള്ളിൽ ഞാനുണ്ടല്ലോ.
നിന്നിൽ ഞാൻ ഇരിക്കുകയാണല്ലോ, നീ ഏകനല്ലെന്നേ. നമ്മൾ എന്ത് പറയാം, പല സാമ്പത്തിക സാധനങ്ങൾ സംഭവിക്കുന്നത് ഇതൊക്കെ കേൾക്കാൻ ആനന്ദിക്കും, ഇതൊക്കെ അനുഭവിക്കാൻ ആനന്ദിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഇതെല്ലാം എന്തോ ഒരു വലിയ സംഭവമായി ചിന്തിച്ചിട്ട് അവരെല്ലാം ചിന്തിച്ച് ഭാരപ്പെട്ട് അത് തന്നെ ഒരു കാര്യം. ചിലപ്പോൾ ആരെങ്കിലും തമാശ നിങ്ങളെ കരയിക്കുവാനോ നിങ്ങളെ ചിരിപ്പിക്കുവാനോ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയുവാനാവിട്ട ചില കൊച്ചു കൊച്ചു കണികളായിരിക്കാം. നിങ്ങളെ ടെസ്റ്റ് ചെയ്യുക, അതിനകത്ത് നല്ല ഹൃദയം ഉള്ളതാണോ, ക്ഷമയുള്ളതാണോ, വിനയമുള്ളതാണോ, വിശുദ്ധി നിൽക്കുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പരിശോധിച്ചണമെങ്കിൽ നിങ്ങൾ അത് പിടിച്ച് ആലോചിച്ച് പറയും, ഓ എന്നെയാണ് ഇതെല്ലാം പറഞ്ഞത്. എല്ലാം വായി കെട്ടിച്ചോണ്ടിരിക്കുകയാണ്. പണ്ട് അപ്പച്ചന്മാരൊക്കെ സ്വതന്ത്രം ജപിമാരായിട്ടാണ് ജീവിച്ചത്, ദേശം അടക്കി പോകണം. അതുകൊണ്ട് ദേശത്ത് അവിടെ ദേശത്തിന് ജപിമാർ അവർ വലിയ തേങ്ങ ഉണ്ടാക്കി, കാരണം ഇഷ്ടംപോലെ തോട്ടമാണ്. അവർ വന്നിട്ട് കൂലിപ്പണിക്കാർ രാവിലെ വരും. വന്നിട്ട് എന്നെ കൊച്ചു പ്രായത്തോടെ ഞാനൊക്കെ ഉറക്കം അടിക്കുന്നതേ അവർ കൊട്ടയും കൊണ്ട് പോയി കഴിയും. നമ്മൾ കാ പിടിക്കാൻ വല്ലതും കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവർ കുറെ കൊണ്ട് തേങ്ങ കൊണ്ട് തട്ടി കൂട്ടിയിരുന്നതാണ്. അങ്ങനെ കാലം കഴിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്, എല്ലാം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കാണാറില്ല, തെങ്ങേയില്ല. ഓരോ മാസവും ഓരോ ആഴ്ചയും ലോഡ് നഗരത്തിൽ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? അതുകൊണ്ട് തെങ്ങുമില്ല, അതുകൊണ്ട് കൊട്ടയുമില്ല. ഫല കൊട്ടയ്ക്കല്ലേ, അതിനെ പറക്കി കൂട്ടുവാണെങ്കിൽ വേണം. യോസേഫിന്റെ കാലത്ത് ദേശം വളഞ്ഞു. അതുകൊണ്ട് കളപ്പുരകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് യോസേഫെ കൂട്ടിവെച്ചോ, ഒരു ശാപം വരുന്നത് ദൈവം തന്നെ വെളിപ്പെടുത്തി. കളപ്പുരകൾ പലതും പണിത് ശേഖരിച്ചു, പക്ഷെ കൂട്ടിവെക്കുവാൻ കഴിയാത്ത വിധം സ്തോത്രം നന്മകൾ അവരെ സ്തോത്രം വിളവുകൾ എത്തിയിരിക്കുകയാണ്. അതെത്തിയപ്പോ സ്തോത്രം യോസേഫ് പറഞ്ഞു, വയലിൽ തന്നെ കൂട്ടിപ്പോകുവാണ്. വയലിൽ തന്നെ കൂട്ടിപ്പോകുക. അപ്പോ അങ്ങനെ വയലിൽ അവിടെയായി അവർ കൊയ്ത് കൂട്ടുവാണ്. അത് യോസേഫിന്റെ കാലം, അന്നത്തെ കാലമൊന്നുമില്ല. നാളെ കുറച്ച് ഉണ്ടെങ്കിലും അതൊന്നും കൃഷി ചെയ്യാൻ പോലും സമയമില്ല. വളരെ കൃഷി ചെയ്താൽ നഷ്ടമാണ്. എന്താ കാര്യം, എന്തൊക്കെ നഷ്ടമായത്? വേല ചെയ്യാൻ മടിയന്മാരായി മാറി. എല്ലാവരും അല്ല കേട്ടോ. അതെ, അന്ന് രാവിലേക്ക് വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാൻ തുടങ്ങിയത് വൈകുന്നേരം വരെ പണിയെടുക്കും. ഇപ്പോൾ രാവിലെ വന്നിട്ട് അവർ 1 മണിക്ക് പോകും, 2 മണിക്ക് പോകും. അവരെല്ലാം മടിയന്മാരെ ഞാൻ പറയത്തില്ല. വേല കുറച്ച്, പണം കൂട്ടി. ശരിയല്ലേ? അപ്പൊ ആള് പറയണേ അവർക്ക് കാര്യം ഉച്ച വരെ പണി ചെയ്യും, ഞാൻ 1500 കൊടുക്കണോ? അതിനെക്കാളും സാറേ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യന്റെ കഥയാണ് എന്നോട് പറഞ്ഞത്. അതിനെക്കാളും കേട്ടിട്ട് സാറേ എന്തിനാണ് ചെയ്യുന്നത്? മനസ്സിലാവുക? അവർ പറയുകയാണ്, സാറിന് ചെയ്ത ഇത്ര രൂപ കിട്ടും, പക്ഷെ ഞാൻ ഇത്ര കൂലി കൊടുക്കണം. ഞാൻ കൈ കൊടുക്കുന്നത് അവൻ ചെയ്യിക്കുന്നവരല്ല, മടിയന്മാരായി. ചെയ്യുന്നവർ പറയാം, അവരെല്ലാം ചെയ്യുന്നില്ല. പക്ഷെ ഇവരെന്ന് പറയും, ആ മുതലാളി പറയും ഇവർ മടിയന്മാരാണ്. കർത്താവ് നോക്കിയിട്ട് പറയാം, ഞാൻ അവർ ചെറുത് 5 കൊടുത്തതാണ്. അവൻ മടിയനല്ല, അവൻ 5 കൂടെ നേടിയിരിക്കുകയാണ്. നിങ്ങളെ എനിക്ക് വേറെ പറയാൻ പോയത് 2 കൊടുത്തു, അവൻ 2 കൂടെ നേടിയത്. പക്ഷെ ഒന്നുള്ളത് ഇവ മടിയനായി തീർന്നു. പ്രാർത്ഥിക്കാൻ വരവുള്ളവനാ ലോകം കീഴടക്കുന്നവൻ. അവൻ മടിയനായ എല്ലാം ഇതുപോലെ ഇരിക്കും. മനസ്സിലായില്ല? നിങ്ങളുടെ മെസ്സേജ് ഇനി പറയാം. എന്നെ പോലെ ആളുകൾ പ്രസംഗിപ്പാൻ കണ്ടീഷൻസ് മയക്കെടുക്കാൻ സമയത്താണ് എത്തുന്നത്. കാരണം പറയുന്നത് ഈ പ്രസംഗിയാർ അങ്ങനെയല്ല കേട്ടോ, ഈ പ്രാസിംഗ് അങ്ങനെയല്ല, ഈ പാസ്റ്റർ അങ്ങനെയല്ല. ആദ്യം ഇതെല്ലാം ചെയ്തിട്ടാ പിന്നെ സ്റ്റേജിൽ കയറി മയക്കെടുക്കുന്നത്. മാർക്കെന്ന് ഞാൻ പറയും.
ബാക്കി എല്ലാ ജോലിയും എനിക്കറിയാം. Praise the Lord. Hallelujah. ആഹാരം വെക്കുന്നത് മുതൽ, വെച്ച് വിളമ്പുന്നത് മുതൽ, വൃത്തിയാക്കുന്നത് മുതൽ, സ്റ്റേജ് കെട്ടുന്നത് മുതൽ, ഹാലലിയ പായിടുന്നത് മുതൽ എല്ലാവരെയും പഠിച്ചിട്ടാണ് കർത്താവ് എന്നെ ഉയർത്തി നിർത്തിയത്. മനസ്സിലാകുന്ന ഒരു സഹോദരൻ, ഇന്നും ഒരു മടിയുമില്ല. എന്നാൽ രഹസ്യം അറിയാമോ? അത് ചെയ്തെങ്കിൽ മാത്രം. ഇതുകൊണ്ടല്ലേ ഞാൻ വൈക്കോളെ പോകുമ്പോൾ വൈക്കോളെ പോകാൻ പറയും, നിങ്ങൾക്ക് കോളേജിൽ പോകണമല്ല, പക്ഷെ കുറച്ച് സവിശേഷത വേണം, കുറച്ച് ക്ഷമ വേണം നിങ്ങൾക്ക്. കാരണം നിങ്ങൾ അത് ഉറച്ചു നിൽക്കുവാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പണിയെടുക്കുന്നതിനെ കൊണ്ട് ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു മാട്ടിനെ പണിയെടുപ്പിക്കുന്ന പോലെ പണിയെടുപ്പിക്കും. ഇപ്പോഴാണ് കിട്ടാത്തത്. അന്ന് നല്ല പുളിക്കുച്ചി കീറാണ് പോടാനി എന്നത്. ഞാൻ ഭയങ്കര 2 വെട്ടുവെട്ടി മനസ്സിൽ എനിക്ക് തോറ്റത്തില്ല, എനിക്ക് ഈ പണി തോറ്റത്തില്ല. ഞാൻ അന്ന് വൈകുന്നേരത്ത് വീട്ടിലെത്തി അവരോട് പറഞ്ഞു, അപ്പാ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ പോയി പഠിക്കാം, ഈ പുളിക്കുച്ചി കീറാൻ കാണില്ല. വൈകൂടലിൽ വലത് കഴിക്കണമെങ്കിൽ ഇത് കീറി കൊടുക്കണം. ഞാൻ വീട്ടിലെ ആഹാരം കഴിച്ചിട്ട് സമയത്തിന് കോളേജിലെത്തും. 1 മാസമായി പ്രിൻസിപ്പൽ അടിച്ചു ചോദിച്ചോ, ഇയാളെന്താ എല്ലാ ദിവസം വീട്ടിൽ പോകുന്നത്? അവൻ സാറേ ഇവിടത്തെ കണ്ണാപ്പോവാൻ ചെയ്യുവാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. 2 കാലം തറന്നതിന് ശേഷം ഞാൻ ദൈവത്തെ അറിയും. അവർ ചെയ്ത മെഡിസിൻ കൊണ്ട് എൻ്റെ ശരീരത്തിന് ബലഹീനതയുണ്ട്, എനിക്കുള്ള ആരോഗ്യം. ഞാൻ നിസ്സാരത പറഞ്ഞു. അവൻ അറിയാണ് ഇവിടെ വരുന്ന മടിയന്മാരാ, നീ ഒരു മടിയനാണ് എന്നോട് പറഞ്ഞ കാര്യം. ഞാൻ ഒന്ന് ചിന്തിച്ചതാണ്, ബലഹീന മനസ്സാകാതെ ഇയാൾ മടിയെന്ന് അനുഭവിച്ചു. ഞാൻ അനുഭവിച്ച ബലഹീനത ഈ മനുഷ്യൻ അനുഭവിച്ചെങ്കിൽ ഒരിക്കലും പറയത്തില്ലായിരുന്നു. ഇതുപോലെ ചിലർ കരഞ്ഞിട്ട് പറയും, എൻ്റെ ബലഹീനത എനിക്കല്ലേ അറിയാം, എൻ്റെ ബലഹീനത എനിക്കല്ലേ അറിയാം, എൻ്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ കൂലിപ്പണി ഇറങ്ങിയ കാര്യം അവർക്കറിയത്തില്ല. എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി, എൻ്റെ ജീവിതത്തെ നയിക്കുവാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് അറിയത്തുള്ളൂ. ഓരോ മനുഷ്യനും വിവിധങ്ങളായ കഷ്ടപ്പാടുള്ളത് വാസ്തവമാണ്. എന്നാൽ അതെല്ലാ കണ്ണുകൾക്കും, എല്ലാ ഹൃദയത്തിനും, എല്ലാ വ്യക്തി ജീവിതത്തിനും അത് വേദനയാണ്, ഭാരമാണെന്ന് മനസ്സിലാക്കണമെന്നില്ല. ഞാൻ പണ്ട് പഠിപ്പിച്ചൊരു പദമുണ്ട്, ധാരാളം തൊഴിലാളികളെ വെച്ച് മുതലാളിയാകും. മുതലാളിയായി കഴിഞ്ഞാൽ ഈ തൊഴിലാളികളെ തിരിച്ചറിയാത്ത മുതലാളിമാർ ധാരാളമുണ്ട്. ഇതുപോലെ ലോകത്തിൽ ധാരാളം മുതലാളിമാരുണ്ട്, തൊഴിലാളികളെ തിരിച്ചറിയാത്ത. അവരെങ്ങനെയെങ്കിലും തൊഴിലാളികളെ വെച്ച് മുതലാളിയായി മാറും, പിന്നെ അവരെ അറിയത്തില്ല. ഇതാണ് ലോകത്തിലെ മനുഷ്യൻ. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞു, മത്തായി 11:28, അധ്വാനിക്കുന്നവരും എടുത്തു വായിക്കപ്പെടുന്ന ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം നിങ്ങൾ മറക്കരുത്. ബലഹീനനെ താങ്ങാനാണ്, ഉൾക്കരുത്തില്ലാത്ത ധൈര്യപ്പെടുത്തുവാനാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കത്തില്ല, എല്ലാവരും കഴിവുകളുള്ളവരായിരിക്കത്തില്ല, എല്ലാവരും സ്വന്തം കൃപയുള്ളവരായിരിക്കത്തില്ല. പക്ഷെ അവരെ കൃപയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എങ്ങനെ? നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹത്തിന്റെ മാധുര്യ നിമിത്തം, നമ്മുടെ പ്രാർത്ഥന നിമിത്തം, നാം കർത്താവിലേക്ക് വരെ സമർപ്പിച്ചിട്ട് ഇടവിടാതെ പ്രാർത്ഥിച്ചു നോക്ക്. നരകത്തിൽ പോകേണ്ട 1000 നിത്യതി കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞു 1. ഹല്ലേലൂയ. നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി മാറി. കൂലിപ്പണിക്ക് പോയാൽ എത്ര മണിക്കൂർ പണിയെടുക്കും? ഈ എരിവെയിലെത്തും കഷ്ടപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് എത്ര സമയം ചെലവഴിക്കും? 1500 രൂപ കിട്ടുമല്ലോ, അല്ലെ 1200 കിട്ടുമല്ലോ. ഇത് എന്ത് കിട്ടും? പ്രാർത്ഥിക്കുന്ന ദൈവമാണ്, പ്രസംഗിക്കുന്ന ലോകത്താണ്. പ്രസംഗിക്കുന്നതിനല്ല എൻ്റെ കർത്താവിന് ആവശ്യം. ഞാൻ പറയും, പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തിന് ആവശ്യം. എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യത്തില്ല. പ്രസംഗിക്കുന്നതിന് ലോകത്താണ്, അവർ പോയിക്കൊള്ളാം. ഹല്ലേലൂയ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവം കണ്ടാലുണ്ടല്ലോ, അവരുടെ കൃപ ഒഴുകിക്കൊണ്ടിരിക്കും, കൃപ ഒഴുകിക്കൊണ്ടിരിക്കും. ഇതിനാണ് യേശു പറഞ്ഞത്, എന്റെ വിശ്വാസത്തിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവ ജല നദികൾ ഒഴുകുന്നു. എന്റെ വിശ്വാസത്തിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവ ജല
നദികളൊഴുകും. ഇതിനാണ് 84 സങ്കീർത്തനം 11 വാക്യം നമ്മൾ വായിക്കേണ്ടത്. 84 സങ്കീർത്തനം അതിന് 11 വാക്യം വായിച്ചോ. യഹോവയായ ദൈവം സൂര്യനും പരിചയും ആകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കിയില്ല. അവൻ എന്ത് ബലഹീനതയുണ്ടായിരുന്നു? ലോകത്തിന്റെ കാലം പറ്റാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തിയുടെ ഒരു നന്മയും മുടക്കുന്നില്ല. നോക്കണം, ലോകത്തിൽ നിങ്ങളുടെ ശരീരം ബലഹീനമായിരിക്കാം, നിങ്ങളുടെ മനസ്സ് ബലഹീനമല്ല കേട്ടോ. ഈ ശരീരം ബലഹീനമായിരിക്കാം, നിങ്ങളുടെ ആത്മാവ് ബലഹീനമല്ല കേട്ടോ. അവിടെ ദൈവം സൂര്യനും പരിചയമാകുന്നു. അവൻ നേരോടെ നടക്കുന്നവർക്ക് ശത്രു തൊടാതെ പരിചയമായി ഇറങ്ങി വരും. നിന്നെ കരുതും, വെല്ലുവിളി ഉയരട്ടെ സഹോദര. പ്രശ്നങ്ങളിൽ നോക്കി അല്ലാതെ താഴ്ത്തിയെന്ന് തോന്നട്ടെ, താഴ്ന്നു പോകരുത്. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകും. ഹല്ലേലൂയ. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല തോന്നുന്നു. എന്നാൽ പത്രോസ് പറഞ്ഞൊരു മർമ്മമുണ്ട്, അറിയാമോ? 1 പത്രോസ് 5:1 വായിച്ച്. 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആത്മാക്കളുടെ വേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം മനഃപൂർവ്വമായും. നിങ്ങളുടെ മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും. ആരാണ് ഈ വ്യക്തി? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ സാക്ഷി. വിശ്വാസി ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ സാക്ഷിയാണ്. ഒരു ശുശ്രൂഷകൻ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷിയാണ്. ക്രിസ്തുവിന്റെ രാജ്യത്ത് ഇരിപ്പാൻ പോകുന്ന ഒരു ദൈവവൈദ്യനാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, അവന്റെ രാജ്യമാണ് ലക്ഷ്യമെങ്കിൽ, മുമ്പേ രാജ്യവും നീതിയുമോ അന്വേഷിപ്പാൻ പഠിപ്പിച്ച കർത്താവ് പറഞ്ഞു, എടോ ഹല്ലേലൂയ, മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുക, ദൈവരാജ്യം സമീപിച്ച് പ്രസംഗിക്കുക എന്നൊക്കെ പഠിപ്പിച്ചില്ലേ? ആ ആളാണ്, ആ ആളിരിക്കുന്ന ഇടമാണ് ലക്ഷ്യമെങ്കിൽ, വിശ്വാസിയാകട്ടെ, ഹല്ലേലൂയ, എന്നെ പോലെ പ്രസംഗിക്കുന്ന ദൈവഭക്തന്മാരാകട്ടെ, അവിടെ എല്ലാം ഒന്നറിയേണ്ടതായിട്ടുണ്ട്. അവർ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടാളിയാണ്. ഏറ്റവും വലിയ അപ്പോസ്തലനാണ് പൗലോസ്. അതുകൊണ്ട് അവൻ കഷ്ടങ്ങളെ സന്തോഷിക്കുകയാണ്. എന്താ കാരണം? ഇവിടെ ഇപ്പൊ വെളിപ്പെടുന്ന ഒരു തേജസ്സില്ല. ഇവിടെ ഇപ്പൊ വെളിപ്പെടുന്നത് ലോകത്തിൽ കുറച്ച് നിന്നയും അപമാനവും കഷ്ടപ്പാടും ഹല്ലേലൂയ വേദനകളും മാത്രമാണ്. പക്ഷേ എന്നിൽ വെളിപ്പെടുന്ന തേജസ്സുണ്ട്. അത് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, നിങ്ങളിൽ മൂപ്പന്മാരുണ്ടായിരിക്കാം, പക്ഷേ അതിൽ കൂട്ടുമൂപ്പരുണ്ടായിരിക്കാം. അവരെന്നറിയണം, നിങ്ങളെല്ലാവരും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് കൂട്ടാളിയാണെന്ന് അറിയണം. വിശ്വാസി സഭ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ, അതായത് പറഞ്ഞത് ഒരു ഒന്നേ ഉള്ളൂ പ്രാർത്ഥന. പരസ്പര വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയാണ്, സഭയുടെ എഴുന്നേൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആത്മാക്കളുടെ വർദ്ധനവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഹോദരി സഹോദരങ്ങളെ, ഞാൻ പറയാം, കൂലിപ്പണിക്ക് പോയാൽ 1500 രൂപ കിട്ടുമായിരിക്കാം. തമ്മിൽ പ്രാർത്ഥിക്കുന്ന, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന ഒരനുഭവം ജീവിതത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവരിൽ കീഴം വരും. മറക്കരുത്. ഇതൊക്കെ പൗലോസ് നിങ്ങളുടെ കിരീടമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാതെ പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ബോധ്യമായി. നിങ്ങൾ എന്റെ കിരീടങ്ങളാണ്. നിങ്ങൾ കീഴടങ്ങിയ ദിവസം വരും. ഇതിനെയാണ് സദൃശവാക്യത്തിൽ പറഞ്ഞത്, ഭർത്താവിന്റെ കിരീടമാണ് ഭാര്യ. എന്താ കാര്യം? ഈ കാലഘട്ടത്തിലാണ് ധാരാളം സഹോദരിമാർ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ തൊഴിലുറക്കുന്ന മേഖലയിലും തൊഴിലിറങ്ങുന്നത്. അതുവരെ അതില്ല, അവരെല്ലാം വീട്ടിലാണ്. ഏറെക്കുറെ പേര് അവർക്ക് എന്തെന്ന് അറിയാം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ശരിയല്ലേ? ശരിയാണോ? ഈ പരിപാടികളൊക്കെ വന്നതിന് ശേഷം നേരത്തെ ഇതുപോലെ മണിക്കൂറുകൾ മാറ്റിവെച്ച് പ്രാർത്ഥിച്ചവർ ആ പ്രാർത്ഥന നിർത്താതെ ഇന്നും ഞങ്ങൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരവരത്തെ കാണുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഉന്നം വെച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വെച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കാര്യങ്ങളിൽ എന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കാര്യങ്ങളിൽ എന്നെ മൂടി മറച്ചില്ലേ, എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത നിലകളിലാ ഇന്നയോളം കണ്ടുകെട്ട എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം കണ്ടുകെട്ട എന്നെ താങ്ങിയ നാമമേ, യോർദാൻ താലപ്പൊലി മാറിയും ജീവിത ഭാവങ്ങൾ, യോർദാൻ താലപ്പൊലി മാറിയും ജീവിത ഭാവങ്ങൾ, ഏറിയായും പുറത്തു നേരിടേ ഇന്നേ വിശ്വാസ ശോഭനയിൽ, ഏറിയായും പുറത്തു നേരിടേ ഇന്നേ വിശ്വാസ ശോഭനയിൽ, ഒരു 3.5 വർഷക്കാലം ഒരു ഏലിയാവെന്ന മനുഷ്യൻ ഒളിച്ചു മാറുന്നതുപോലെ കടന്നുപോയി. ദൈവമൈതലേ, തന്റെ പേരൊന്ന് പുതപ്പെന്നാ പറയുന്നത്. ഞാൻ പുതപ്പൊന്നും പറയത്തില്ല, ഞാൻ പറയും അവനെ കാണുന്നവരൊക്കെ അഭിഷേകത്താൽ അറിയപ്പെടും. അവൻ കാറ്റൊരു ദേശമല്ല അഭിഷേകം ഒഴുകും. തമിഴൊരു പാട്ടുണ്ട്, എൻ കാൽവരിക്കും ദേശമെല്ലാം എൻ കർത്തർക്ക് സ്വന്തമാകും. ആത്മാവിൽ അവൻ കടന്നുപോയ ദേശമല്ല ഹോമയ്ക്കായി പിടിക്കപ്പെട്ടു. അതിൽ കാണുന്നത് ദൈവമല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ലഭിച്ചത് ഒന്നാണ്. ഏലിയാവേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയം വരുന്നുണ്ട്, നിന്റെ എഴുന്നേൽപ്പിന്റെ സമയം. ഇന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ, ദൈവവിളിയുള്ള ദൈവവൈതലെ, ഒരു ശുശ്രൂഷകനറിയാം, ഒരു പ്രവാചകനൊക്കെ കേൾക്കുന്നുണ്ടാകാം. ഒരു സമയം വരുന്നുണ്ട്, എഴുന്നേൽപ്പിന് വേണ്ടി നിന്റെ പ്രാർത്ഥന കോട്ടകളെ തകർക്കുന്നതായിരിക്കണം. മതിൽ കെട്ടി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതമായിരിക്കണം. ഹല്ലേലൂയ. യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഏലിയാവുണ്ടല്ലോ, പുറത്തു വന്നത് അവൻ വെറുതെ നോക്കി നിന്നുകൊണ്ട് തീ അടങ്ങട്ടെ എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ പ്രാർത്ഥിക്കേണ്ടി വന്നില്ല. ഇതാണ് ഒന്നിന്റെ പ്രത്യേകത. അവൻ ഒന്ന് വിശ്വസത്തോടെ കൈകാര്യം ചെയ്ത് അവന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു അഭിഷേകം ഉണ്ടല്ലോ. അതാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. കൊലോസ്യർ 1:27 മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഏലിയാവിൽ ദൈവമിരുന്നു. ഏലിയാവ് സംസാരിച്ചത് കൽപ്പിച്ചതല്ല, അങ്ങനെ സംഭവിച്ചു. യേശുവിൽ ദൈവത്തിന്റെ ആത്മാവിരുന്നു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. യേശുവിനെ കുറിച്ച് പറയുന്നു അപ്പോസ്തലർ 10:38 ദൈവമോനെ നസ്രായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവമൈതലേ, ഇതാണ് ഒന്നിന്റെ പ്രത്യേകത. മനസ്സിലായോ?
മറ്റാരെയും നോക്കി തുറന്നു പറയും ഒന്ന് കിട്ടി വന്നത് അറിയാമോ? പിന്നെയും നോക്കും. മറ്റാരെയും പ്രാർത്ഥിക്കുന്നില്ലല്ലോ, എല്ലാവരും ഓർക്കാം നമ്മൾ ഓർക്കണം. ഈ പണിയാണ് സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നത്. അതാണ് ഞാൻ പറയാം, പല തന്ത്രം വരെയും അവൻ നമ്മളെ വീട്ടിലുള്ളല്ലേ, അവന്റെ അപ്പനല്ല, അവന്റെ മോനല്ല, എന്റെ ഭാര്യയല്ല എന്നൊക്കെ പറയുമ്പോൾ അവന്റെ ഭർത്താവല്ല, അവരെ തുറന്നു ഞാൻ പ്രാർത്ഥിക്കുന്നേ. ഈ ഒരു നിലയിലേക്ക് ഇവരുടെ ജീവിതത്തെ മാറ്റിക്കണം. മനസ്സിലാവുണ്ടോ? എന്നെ വിളിച്ചൊരു പ്രാർത്ഥന മനുഷ്യർക്ക് ഒറ്റയ്ക്ക് നിൽപ്പാണെങ്കിൽ നീ പ്രാർത്ഥിച്ചു. ഞാൻ പറയും, കൂടെ പറഞ്ഞ പാവമാണ് ഗിദിയോനെ നോക്കുന്നത്. അവന്റെ അപ്പൻ അവിടെ പൂജയും പരിപാടി ചെയ്യാനുണ്ട്. അകത്ത് സ്വന്തമായി കുലദൈവങ്ങളും ക്ഷേത്രങ്ങളുണ്ട്. ഗിദിയോനെ ചെറുപ്പക്കാരൻ കൊയ്തു കൂട്ടിയ യോത്തെ മെതിച്ചിട്ട് ഇസ്രായേൽ മക്കൾ തിന്നേണ്ട നന്മ 6 സംവത്സരമായി ദൈവമേ കട്ടുകൊണ്ടുപോവുകയാണ്. ഇപ്പോഴെങ്കിലും ഇസ്രായേൽ മക്കൾക്ക് കഴിക്കാനുള്ള ഭാഗ്യം തരുമോ എന്ന് ചോദിച്ച് കരയുന്ന ഗിദിയോനെ കാണാം. ഇവന്റെ അടുക്കലാണ് യോവേശിന്റെ കരിവാലത്തിന് കീഴിൽ ദൂതനിറങ്ങി നിൽക്കുന്നത്. ഇതാണ് ഒന്ന്. മനസ്സിലായോ? ഏലിയാവ് 3 വർഷക്കാലം പ്രാർത്ഥിച്ചു. അവന്റെ നാമം അള്ളപ്പാട് ശരിയെന്നറിയുവാൻ അവൾ പാർത്തയിടത്ത് വിധവയുടെ മകൻ മരിച്ചുപോയി. കൊണ്ടുപോയിരുന്നു കൽപ്പന കൊണ്ടുവന്നു. ദാവീദിന്റെ മോൻ കൊണ്ടുപോയിക്കോ. അവനിപ്പോൾ ജീവനുണ്ട്, മരിച്ചവൻ ജീവിക്കുകയാണ്. പ്രസംഗിക്കുവാൻ കേൾക്കുവാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒന്ന് ലഭിച്ചവൻ കടന്നു പോകുന്ന ശോധന ചെറുതല്ല, അത് വലുതാണ്. അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസിയെ കൂട്ടുമൂപ്പനെന്ന് പറയാൻ എളുപ്പമുണ്ട്. ക്രിസ്തു സഹിച്ച രക്തം, ക്രിസ്തു സഹിച്ചോട്ടെ, അല്ലെ ശുശ്രൂഷകന്മാരെ വഹിച്ചോട്ടെ. പൗലോസിനെ എന്ത് പറഞ്ഞറിയാമോ? 2 കൊരിന്ത്യർ 4:7 വായിച്ചു. 2 കൊരിന്ത്യർ 4:7, 8, 9, 10 പറഞ്ഞത്, എങ്കിലും ഈ അത്യന്തം ശക്തി ഞങ്ങൾക്ക് സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനത്രയെന്ന് പറയേണ്ടതിന് ഞങ്ങൾക്ക് മൺകൂടാരങ്ങളാണുള്ളത്. അടുത്ത്, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരും നിരാശപ്പെടുന്ന കാരണം അകത്തിരിക്കുന്ന നിങ്ങളിലുള്ളവൻ ലോകത്തിനേക്കാൾ വലിയവൻ. അകത്തിരുന്നവൻ ധൈര്യപ്പെടുത്തിയാണ്, പതറാതെ ഞാൻ ചെന്ന് സഹിച്ച ക്രൂശിൽ സഹിച്ചിട്ട എന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത് ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ തലയെ തകർത്ത് നിനക്ക് കൈവരണമെങ്കിൽ നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ആത്മാവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. ഇതിനാ കർത്താവ് നല്ലവരെ കർത്താവ് വിളിക്കുന്നവരല്ല, ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കും. കർത്താവ് മനസ്സിലുള്ളവരല്ലേ സൗഖ്യങ്ങൾ പിന്നെ കുറെ കാലത്ത് കാണത്തില്ല, പിന്നെ അടുത്ത കട്ട വരും, പിന്നെ വീണ്ടും പ്രാർത്ഥനയ്ക്കുകയാണ്. ഇതാണ് കർത്താവ് മക്കളെ, ഇത് സംഗതി ശരിയെന്ന പരിപാടി. എന്താ കാര്യം? കർത്താവിനെ വിളിക്കുകയല്ല, എന്റെ കൽപ്പന അനുസരിക്കുന്നവരാ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? അതിന് ഇച്ചിരി കഷ്ടതയും ഭാരവും കൊണ്ട് ദൈവമല്ലേ. അതുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശ നിറഞ്ഞ് ഞങ്ങൾ ഏതൊരു കഷ്ടത്തിലും സന്തോഷിക്കുകയാണ്. ഞങ്ങൾ സകലത്തും കഷ്ടം സഹിക്കുന്നവർ എങ്ങനെ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടത്. യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിലൂടെ ഒഴുകേണ്ടത്. ഇത് പുറപ്പല്ല, ഒഴുകുന്ന ഒരു അഭിഷേകമാണ്. യേശുവിന്റെ ജീവൻ എന്റെ ശരീരത്തിലൂടെ വെളിപ്പെട്ട് മറ്റുള്ളവർ അനുഭവിക്കേണ്ടതിന്. ഞാൻ പറയും, തൊടുമ്പ നല്ലതാ, അതിന്റെ അഭിഷേകം പ്രാപിക്കും. തൊടുമ്പ രോഗി സൗഖ്യമാകും, പൂർണ്ണമാകും, നല്ലതാ. പക്ഷെ ഈ ഒഴുകുന്ന അഭിഷേകത്തെ വെളിപ്പെട്ട് ഒഴുകണമെങ്കിൽ നീ കടന്നു പോകുന്ന പാതകൾ ചെറുതല്ല, അത് വലുതാണ്. അവർ ഇച്ചിരി സവിശേഷതകൾ നിൽപ്പാൻ, ക്ഷമിപ്പാൻ, സഹിപ്പാൻ, വഹിക്കുവാൻ നിനക്ക് കഴിയണം. നമ്മൾ മുമ്പിൽ കടന്നുപോയതെല്ലാം അങ്ങനെയാണ്. ഭക്തന്മാർ ഇങ്ങനെ പാടിയതാണ്. എന്റെ ദൈവം മഹത്വത്തിലൊക്കെ പാടിയവർ. എന്താ അങ്ങനെ പാടാൻ കാരണം? ചില കർത്തരുടെ ശോഭയുടെ അനുഭവങ്ങളിൽ അവരെ പറയാതെ നിർത്തിയോട് അവരെ പാടുവാൻ എത്തുന്നത്. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടു. പാടുകൾ ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണോ നീ കുടിച്ചെന്നാലും
ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും. എന്താ എല്ലാം പ്രതികൂലമായത്? ഈ വളർന്നു വരുന്ന കുഞ്ഞിനോട് പ്രതീക്ഷ വെച്ചു. ഞാൻ എന്റെ ഭവനിൽ പറയാം കേട്ടോ, ഈ കുഞ്ഞ് നാളെ ഒരു നല്ല ആവശ്യക്കാരാകുമെന്ന് ഈ ഭക്തനായ മനുഷ്യൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാം പ്രതികൂലമായി, നഷ്ടപ്പെട്ടു പോയി തന്റെ കുഞ്ഞ്. ഈ യുവത പറഞ്ഞത് ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവമല്ലേ പറയാൻ കഴിയുമോ? നമ്മളൊക്കെ അവരാധി പറഞ്ഞു. ഇതാ ഞാൻ പറയുന്നത്, ഒരു തൊട്ടാടി കൊണ്ടുകൊണ്ടാലും അതൊരു വേദനയാണ്. അപ്പോ അമ്മോ ദൈവം എന്ന് എന്തെങ്കിലും വിളിച്ചു പോകും. ശരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് മനുഷ്യൻ. മനുഷ്യ സകലമായ ജീവിതത്തിൽ പരീക്ഷകൾ നേടുവാൻ ദൈവം നിർത്തിയില്ല എങ്കിൽ ഏതുമില്ല. അതിനെയാണ് പൗലോസ് പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാൻ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എന്താ കാര്യം? പക്ഷെ കഷ്ടം നോക്കിയാൽ ഒരു പാടാൻ കാണുമായിരുന്നെങ്കിൽ നമുക്ക് വളരെ സന്തോഷിക്കായിരുന്നല്ലേ. അപ്പോഴെന്ത് പറയും? അയ്യോ അപ്പോ പിടിച്ചോ, അമ്മോ പിടിച്ചോ വിളിക്കും. അതിന്റെ നടുവിൽ ചിരിച്ചിരിക്കും. അതിന് കഴിയുമെങ്കിൽ അതിനെയാണ് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശമാക്കുന്നു. പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാടുന്നതേ പറഞ്ഞ സാരം നമ്മുടെ വിശ്വാസത്തിൽ തീരുമാനമെടുത്ത്. എന്നോടൊപ്പം നടന്ന ചില കൊച്ചു സഹോദരന്മാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ SLC കഴിയുന്നവർ, +2 കഴിയുന്നവരൊക്കെ യൗവനക്കാരെ കുറിച്ച് മനസ്സിലാവുമല്ലോ. ഈ കുഞ്ഞുങ്ങളൊക്കെ എന്നോടൊപ്പം കൂടെ ആടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 10-12 പേര് നല്ല പ്രായമുള്ളവരുണ്ട്, എന്നെക്കാളും പ്രായമുള്ളവരുണ്ട്, മിലിറ്ററി ജോലി രാജിവെച്ച് വന്നവരുണ്ട്, 3-4 ഉദ്യോഗത്തിൽ മാറി ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ സൗഖ്യമില്ലാഞ്ഞിട്ട് കണ്ടിട്ട് അതെല്ലാം രാജിവെച്ച് വലിയവരുണ്ട്, മിലിറ്ററി റിട്ടയർഡ് ആയിട്ട് വചനം പഠിക്കാൻ വരുന്നവരുണ്ട്. ഇവർ രാത്രി പോലും കൂടാണ്. ഉറങ്ങിയാലും സ്വന്തം ഊണിൽ ഉറക്കത്തൊക്കെ കൊടുക്കണം. 8-10 ചിലപ്പോൾ 4-4 വീട്ടിൽ പോകും. ബാക്കി എന്നോടൊപ്പം പ്രയർ ഹാൾ ഉണ്ടാകാത്ത കിടന്നു. സ്വപ്നങ്ങളിൽ ഇവിടെ ഒരുമിച്ച് വീട്ടിൽ നിന്ന് വിടുന്നുണ്ട്. പ്രാർത്ഥന ഹാളിലേക്ക് വരും. അവിടെ കയറി നിറഞ്ഞു കിടക്കും. അവിടെ കിടന്ന് പ്രാർത്ഥിക്കും. രാത്രി എഴുന്നേൽക്കുന്നു. 12 മണിക്ക് പ്രാർത്ഥന ആരംഭിക്കും. 2:30 മണി, 3 മണി, 4 മണി വരെ എല്ലാം കിടപ്പം മുട്ടുമേനിക്കാൻ കാണും. അങ്ങനെ കാലം ഉണ്ടായിരുന്നു. അതൊരൊറ്റ കുഞ്ഞു പോലെ ഇന്ന് വരെ ലോകത്തിലേക്ക് പോയിട്ട് എല്ലാം ശക്തന്മാരായ ദൈവദാസന്മാരായി മാറി. എല്ലാം ശക്തന്മാരായ ദൈവദാസന്മാരായി മാറി. അവർ കഷ്ടതയും കൂടെ കണ്ട വളർന്നു. അതുകൊണ്ട് ഞാൻ പറയിച്ച മക്കളെയൊക്കെ, നമ്മുടെ വരും തലമുറയൊക്കെ കഷ്ടമെന്ന് പഠിപ്പിക്കണം കുറച്ച്. അല്ലെങ്കിൽ ഇടറിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒറ്റയ്ക്ക് വഹിക്കാൻ കഴിയും. എനിക്ക് മാത്രം ഇല്ല. കർത്താവിന്റെ കാലിന് പിൻപേ ഇറങ്ങിയിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, തന്നെ ത്യജിക്കണം. തന്റെ ക്രൂശന്റെ അർത്ഥം അറിയാമോ? നിന്റെ ജീവിതത്തിൽ എന്ത് ദുരിതം വന്നാലും നീ തിരിഞ്ഞു പോകാതെ എന്റെ പറയിൽ വേണം. നിനക്ക് എന്തെല്ലാം നന്മ ഈ ലോകത്താണെന്ന് പറഞ്ഞാലും നീ അതിന്റെ പറയെ പോകരുത്. നീ എന്റെ പറയെ നടക്കണം. കലപ്പയ്ക്ക് വേണ്ടി തിരിഞ്ഞു പോകരുത്. പ്രസംഗികൾ പോവാം, പക്ഷെ എന്താ കലപ്പയ്ക്ക് കൈവച്ചത്? കർത്താവിന്റെ വേലക്കാരനെ ജീവനുള്ളത് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കപ്പെട്ടതാ. പക്ഷെ ഇപ്പൊ ലോകത്തിലേക്കാണ് പോകുന്നത്. നീ തിരിഞ്ഞു നോക്കരുത്. ലോകത്തിന് ജോലിക്ക് പോയാൽ ചിലപ്പോൾ 1,80,000 രൂപ ശമ്പളം കിട്ടിയതിരിക്കാം. നീ ഇതെല്ലാം തിരിച്ചറിയാൻ നിന്നെ ആരും മാനിക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ ചിലപ്പോ ചായ പോലും ആരും തന്നിരിക്കത്തില്ല. എന്റെ അനുഭവം ഞാൻ പറയുന്നത് ആദ്യകാലം, ഇപ്പോഴല്ല കേട്ടോ, ആദ്യകാല അനുഭവങ്ങളാണ് പറയുന്നത്. ചായ പോലും തന്നിരിക്കത്തില്ല. അതല്ല പറഞ്ഞത്. ശമ്പളവും കിമ്പളവും വാങ്ങിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും ഒന്നും തരുന്നില്ല. പക്ഷെ അത് എന്തൊരു കർത്താവെല്ലാം കരുതാമെന്ന് വിളിച്ചിറങ്ങിയല്ലേ. ഇപ്പോൾ ഈ കഷ്ടത്തിനാവന്നേ, ഈ സ്വാതന്ത്ര്യത്തിനാവന്നേ, ഒരു ചായ കിട്ടി കൊള്ളായിരുന്നു കർത്താവേ. സത്യമായ ഹൃദയം തുറന്നു പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പലപ്പോഴും എനിക്ക് എന്റെ അടുക്കൽ വന്നിട്ട് ബ്രദറിനാണ്ടിരിക്കുന്ന വണ്ടിയിൽ ചേച്ചി കൊണ്ടുപോയിട്ട് നല്ല സാപ്പാടൊക്കെ വാങ്ങിച്ചിട്ട് യാത്രക്കുള്ള പൈസയും പോക്കറ്റ് വെച്ചിട്ട് പോകും ചിലപ്പോ. അപ്പൊ ഞാൻ പറയും അങ്ങനെ കഴിയുന്നില്ല പുലർത്താനല്ലേ. ചിരിക്കും, ധാരാളം ചിരിക്കും.
കണ്ണുകൾ നിറഞ്ഞിടും. അതാണ് പറഞ്ഞത്, അകം കരയുമ്പോ, അകത്ത് ചിരി വരുമ്പോ കണ്ണുകൾ പറയും, പുറത്ത് ചിരിക്ക് അകത്ത് തിരി വേദന ഉണ്ടാവും. അത് മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് രണ്ടിനും ബൈബിൾ വാക്യം ഇപ്പോൾ ഞാൻ പോകുന്നില്ല, എന്റെ വിഷയം അതല്ലായുണ്ട്. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം വ്യസനത്തോടിരിക്കാം. ബാക്കിയുള്ള ബൈബിളിൽ പുറമെ കരയുമ്പോഴും അകത്ത് ചിരിച്ചുകൊണ്ടിരിക്കും. അതാണ് ആനന്ദ തൈലത്തിന്റെ അഭിഷേകം. എബ്രായർ 1:9. ദൈവമക്കളെ, ഈ അഭിഷേകമാണ് ഒരു ദൈവത്തിന്റെ അഭിഷേകം. തന്നത് ഒന്നാണെങ്കിലും ഈ ആനന്ദ തൈലത്തിന്റെ അഭിഷേകം പ്രാർത്ഥനാ വീരൻ ഉയർന്നുകൊണ്ടിരിക്കും. അതിനാ പറയുന്നത്, നീ ചുമ്മാ കാര്യം നടക്കാതെ കുറെ സമയം തന്നിരുന്ന് പ്രാർത്ഥിക്കുക. എത്രയോ മണിക്കൂർ ജോലി ചെയ്താൽ, നീ കൂലിപ്പണി അധ്വാനിച്ച് നീ പണം ഉണ്ടാക്കുന്നത്, ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിനക്ക് വേണ്ടി വാത് തുറക്കാൻ കഴിയുമെന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നീ പ്രാർത്ഥന ചില ദിവസങ്ങൾ കയറി വരുമ്പോൾ അറിയാം, ഈ ലോകത്തിന്റെ പ്രഭു അവന്റെ പാളയ്ക്ക് തീ വീഴുന്നു. അവന്റെ പാളയ്ക്ക് തീ വീഴുകഴിഞ്ഞാൽ പിന്നെ നിനക്കുള്ള നന്മയൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. മണിക്കൂറുകൾ ബൈബിൾ വായിച്ച് പ്രാർത്ഥന പോയി പൊട്ടിക്കരഞ്ഞു വരുന്നു. പ്രാർത്ഥന കോട്ടകൾ പൊളികളൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ. മണിക്കൂറുകൾ പ്രാർത്ഥനയിലും ആരാധനയിലും ഒഴുകി ദൈവത്തോട് നടന്നവർ അകരം വിട്ടു പോയിരിക്കുകയാണ്. പത്രോസിനെ പോലെ. ഞാൻ പറഞ്ഞതല്ല, ആത്മാവ് പറഞ്ഞത് ഞാൻ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ, നീ ഒന്ന് ചേർന്ന് നടക്കുമെങ്കിൽ, നീ ചേർന്നിരിക്കുമെങ്കിൽ, വചനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെ പറ്റിച്ചിരിക്കാനല്ല, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഇന്ന് കർത്താവിനെ പറ്റിക്കുകയാണ്. എന്താ പ്രാർത്ഥന കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് വാക്യമായി സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി, കൊങ്കി ഞെക്കാതിരിക്കാൻ വേണ്ടി, ഞെക്കി തെറിക്കാതിരിക്കാൻ വേണ്ടി, ചാടി ധരിക്കാതിരിക്കാൻ വേണ്ടി, ഇതില്ലേ ആളുകളുടെ പ്രാർത്ഥന? കൂടുന്നു പ്രിയൻ ചാരവേ, ചാരും ഞാനാ മാർവരിൽ, കേൾക്കുന്നു പ്രിയൻ വാസ്വരം, മുമ്പോട്ടും പോയിടാ. പറ്റ ഏതൊക്കെ പരീക്ഷ വന്നാലും മാറി നിൽക്കത്തില്ല. അവൻ ലോകത്തിലെല്ലാം കേൾക്കാൻ പോകത്തില്ല. എന്തൊക്കെ കേട്ടാലും അവന്റെ ഹൃദയത്തിൽ പലർക്കും സ്ഥാനം പിടിക്കത്തില്ല. അവന്റെ കണ്ണുകൾ ചിലപ്പോൾ നിറഞ്ഞെടുക്കും. ഇതിന്റെ പേരാണ് പറ്റം. മനസ്സിലായോ? ഇതിനെയാണ് യമ്യാവനെ കരയുന്ന പ്രവാദം വിളിച്ചത്. ഞാൻ കരയുന്ന പ്രവാദം വിളിക്കത്തില്ല. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവൻ കരയുന്ന ഭക്തനായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്താ സാറേ എത്ര കാരണം? പറയാം, ക്ലീൻ. ഇരമ്യാവിന്റെ പ്രവചനം 20-ാം അധ്യായം 12-ാം വാക്യം വായിച്ചു. ഇരമ്യാവ് തന്നെ പറഞ്ഞൊരു പദമുണ്ട്. അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദം. വേഗത്തിൽ വായിച്ചു. ഇല്ല സിസ്റ്റർ, 10 കൂടെ വായിച്ചിട്ട് വായിച്ചോ, എന്നാലും ഇത് മനസ്സിലാകത്തു. സർവത്ര ബിൽഡിംഗുകൾ പണിതിട്ട് എല്ലാ ബിൽഡിംഗിലും കൊണ്ട് മാറി മാറി താമസിക്കാൻ ലോഡ്ജൊക്കെ പണിത് കാര്യങ്ങൾ ഒരുക്കി പട്ട് വെത്തയും ഒരുക്കി. ഹല്ലേലൂയ. ഉച്ചയ്ക്ക് ബിരിയാണിയും വൈകുന്നേരത്തെ സ്തോത്രം ഹല്ലേലൂയ ആയപ്പോ ഹല്ലേലൂയ പൊറോട്ട ഇറച്ചിയും രാവിലെ സ്തോത്രം ഹല്ലേലൂയ കാക്ക വന്ന് ആഹാരം കൊടുക്കുന്നത് പോലെ എല്ലാ സമയവും ആഹാരമൊക്കെ തന്ന് റെഡിയാക്കി പാർപ്പിക്കുമല്ല കുഞ്ഞെ അവിടെ ഇരിക്കുന്നത്. ഇതാ സർവത്ര ഭീതി. പിന്നെ ഞാൻ പലരുടെ യേശുവിനെ നിന്റെ ദൈവം വിളിച്ചിട്ട് നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? പലരുടെ യേശുവിനെ കേട്ടിരിക്കുന്നതാ. ആരാ? മനസ്സിലായോ? ഇസ്രായേൽ പ്രവചിച്ച ഒരു പ്രവചനം പോലും മാറിപ്പോയിട്ടില്ല, വാക്ക് തെറ്റിയിട്ടില്ല. ബൈബിൾ നോക്കി പഠിക്കുന്നു. പക്ഷെ അനുഭവിച്ച മുഴുവനും ഭീതി കഷ്ടപ്പാടുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നീ ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങുമ്പോ ചില ഭീതിയും പരീക്ഷയും പരിശോധനയൊക്കെ പൊങ്ങിയിരിക്കാം. അവിടെ നീ ഇട്ടേച്ചു വളരരുത്, തിരിഞ്ഞു പോകരുത്, ലോകത്തിന്റെ വാര്യപ്പരായി പോകും. പിന്നെ ഇന്ന് കർത്താവ് മനസ്സിലുണ്ട്, അന്ന് പിതാവിന്റെ കാലം അങ്ങനെ, പുത്രന്റെ കാലത്തും അതില്ല, പരിശുദ്ധാത്മ ലെവലേഷൻ ഇല്ല. ഞാൻ എനിക്ക് ഒരു ദിവസം ചെയ്യാൻ പേടിക്കേണ്ടാവുന്നത്. അടുത്ത് ഞാൻ പല യേശുവിനെ കേട്ടിരിക്കുന്നു. നീയാണ് പ്രാർത്ഥനക്കാരൻ. പ്രാർത്ഥിക്കാൻ പോകണം. കണ്ടില്ലേ? പ്രാർത്ഥിക്കാൻ വളരെ പറഞ്ഞ് കല്ലെടുത്തെടുത്താലും കൊണ്ടിട്ടുണ്ടാകാതെ പോകണം. അയൽവാസിക്കാർ ഒന്നിച്ചാലും കേട്ടിട്ടുണ്ടാകാതെ പോകണം. കാരണം പ്രാർത്ഥിക്കാൻ പോകണമല്ലേ? പ്രാർത്ഥിക്കാൻ പോകണമല്ലേ? അതുകൊണ്ട്
എല്ലാ വേസ്റ്റും കൊണ്ട് തട്ടിയാലും ഉണ്ടായിരുന്നു. ഇതാണ് ലോകം പറയുന്നത് അല്ലേ? എല്ലാ അപമാനവും ഒരു സ്റ്റേഷനിൽ പോട്ടെ, നിങ്ങൾ പ്രസംഗിക്കാൻ പ്രാർത്ഥിക്കാൻ നിങ്ങളൊക്കെ ക്ഷമിച്ചോന്നേ. ദുഷ്ടൻ എഴുതിയിരിക്കുകയാണ്. അവിടെ എനിക്ക് മനസ്സിലായത് ഈ ആളുകൾ പറഞ്ഞത് ശരിയാണ്. എന്തോന്ന് ശരിയാണ്? ദുഷ്ടനെ ബൈബിളിലെ വാക്യമല്ല, നീതിമാൻ പല പോലെ കളിക്കും. അവൻ എന്തൊക്കെ പ്രശ്നം വന്നാലും തകർക്കാൻ കഴിയും. അവർക്ക് മനസ്സിലായി. ഇത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞത്. അവരെ മനസ്സിലായ നിങ്ങൾക്ക് അവർക്ക് കാവലിന് പോകും. ഒരു നീതിമാന് കാവലിന് പോകുമോ? നീ അങ്ങ് ക്ഷമിച്ചോ? അപ്പോ നീതിയുടെ ന്യായാധിപതിയാണോ ലോകം ഭരിക്കുന്നത്? അനീതിയുടെ ന്യായാധിപതിയാണോ ലോകം ഭരിക്കുന്നത്? മനസ്സിലാക്കണം. അവിടെയാണ് തിരിച്ചറിയേണ്ടത് നിങ്ങൾ. ഇതിനാണ് കർത്താവ് പറയുന്നത് നല്ല ന്യായാധിപനുണ്ട്, അനീതിയുടെ ന്യായാധിപനുണ്ട്. അവൾ പലപ്പോഴും പ്രതിക്രിയ രക്ഷിക്കുന്നത് പറയുക. പക്ഷേ പരമാവധി അങ്ങനെ ചെയ്തു വരുന്ന ഒരു നാൾ അവൾ തിരികെ നിൽക്കും. അത് പാടില്ല. നീതിയോടെ ന്യായപാലനം ചെയ്യണം. അങ്ങനെ ബുദ്ധിയെ തുറന്നാണ് കർത്താവ് ചെയ്യുന്നത്. ഇന്നത്തെ ആളുകൾക്ക് എത്ര 1000 പ്രാവശ്യമായാലും ബുദ്ധി തുറക്കുന്നില്ല. അതുകൊണ്ട് കൂടെ അവിടെ ചടക്കുന്നത്. അപ്പോഴുണ്ട് ദൈവമേ രക്ഷിക്കണേ. മനസ്സിലായോ നിങ്ങൾക്ക്? യഥാസ്ഥാനം വരുമ്പോൾ പിന്നെ ദൈവത്തിൽ കടന്നു പോകും. ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ഓരോ സമയവും ഓരോ രാജാക്കന്മാരെ കൊണ്ട് എഴുന്നേൽപ്പിക്കും. അവരെ വിടുവിച്ചു കൊണ്ടുവരും. വീണ്ടും ആ രാജാവിന്റെ ദേശത്തിൽ നല്ല സമാധാനം, സന്തോഷം, ആനന്ദത്തോടെ ഇരിക്കും. അപ്പൊ ഒരു കുറുക്കൻ വന്നിരിക്കും. കുറുക്കന്റെ വാക്ക് കേൾക്കും. വീണ്ടും എല്ലാം അടിയും പിടിയും ബഹളമാകും. എല്ലാം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ തകർന്ന ചരിത്രമാണ്, ആ തകർക്കപ്പെട്ട ചരിത്രമാണ് സത്യവേദ പുസ്തകം. ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടത്. എന്നാൽ നിലവിളിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? അയക്കും. അങ്ങനെ നിലവിളി കേട്ട് ആദ്യം അയച്ച മനുഷ്യൻ, രക്ഷിപ്പാൻ അയച്ച മനുഷ്യനാണ് മോശ. മോശ പഠിക്കുക. എത്രയോ പ്രവാചകന്മാരെ, ന്യായാധിപന്മാരെ, രാജാക്കന്മാരെ വാഴിച്ചു. ഇവരൊക്കെ ദൈവത്തിനോടുകൂടി നടന്നപ്പോ അവരോടുകൂടി ദൈവവും നടന്നിരുന്നു. ഇവർ ദൈവ കൽപ്പന ലംഘിച്ച് മാറിപ്പോയപ്പോ കർത്താവ് ഉപയോഗിക്കാൻ പറ്റാതെ പോയി. ഏറ്റവും ഇഷ്ടപ്പെട്ട് വിളിച്ച മനുഷ്യനായിരുന്നു ദൈവം. ശലോമോനെ, നിന്റെ അപ്പന്റെ വഴിയൊക്കെ നടന്നതാ, ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഞാൻ അവനെ ദൃഢമൊരുക്കും, തലമുറയെ അനുഗ്രഹിക്കും, ദേശത്ത് മാറ്റാൻ കൊടുക്കും, ജ്ഞാനവും സമ്പത്തും ധനവും മാനവും എല്ലാം കൊടുത്തു മാനിച്ച ഒരു മനുഷ്യനായിരുന്നു ശലോമോൻ. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ അവന്റെ ധനം സമൃദ്ധിയിരുന്ന 700 പാട്ടികളും 800 ഭാര്യവരും 300 കുലീന ഭാര്യവരും. ശരിയല്ലേ? ശരിയാണോ? ഇപ്പൊ എത്രയായി? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള 1000 പേർക്ക് സമാധാനം പറഞ്ഞ ഒരു ശലോമോൻ. സോറി, 1000 പേർക്ക് 1000 ഭാര്യമാണ്. ഇപ്പൊ ഒന്നുള്ളതിന് സമാധാനം പറയാൻ പറ്റുന്നില്ല. വരുമ്പോഴേ അതുകൂടി മാറ്റം വരണേ. കൊണ്ടുപോയില്ലെങ്കിൽ കഷ്ടമാണ്. ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞൊരു സവാലം പറഞ്ഞ സാറേ എന്നോടത് മാറ്റോണ്ടെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങനെ പറ്റിയത് അവൾ അന്ന് അടി ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ ഒന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ 1000 എത്ര വർഷം ഉണ്ടാക്കിയാണ്? എന്റെ ദൈവമേ, സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ 4 നമ്മുടെ വീട്ടിൽ വന്നു കയറി എന്തായിരിക്കും ഗതി? ഇതുകൊണ്ട് തമ്പുരാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞത്, ഒരു പുരുഷന് ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ. ഞാൻ ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ ആ പ്രശ്നത്തെ നോക്കുന്നത്. പ്രശ്നം സഹിച്ച് ജീവിച്ചു പോയ ഭക്തന്മാരെ നോക്കിയിട്ട് ഞാൻ വിലയിരുത്തും. അവർ ആ കാലഘട്ടത്തിൽ എന്തുമാത്രം സഹിച്ചുക, അവരെന്തുമാത്രം ശോധന കടന്നു പോയിക്കാണ്. അതെന്താ ബൈബിൾ പറയുന്നു? പൂർവ്വപിതാക്കന്മാരെ നോക്കുക, സൃഷ്ടികളെ നോക്കുക, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നതുമായ യേശു നോക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പൗരസ്ത്യ വിശ്വാസം നിലനിൽക്കണം, സ്ഥിരത വേണം. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചിന്തയിലേക്ക് ഒന്നും വേണ്ട. നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഒരമ്മ അപ്പനെ 2 അല്ലെങ്കിൽ സഹോദരങ്ങളെ കൂടി പൊറ്റിപ്പിറക്കാത്ത ജീവിതം നിങ്ങളുടെ കരങ്ങളിലാണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പാടുപെടുമെന്ന് ചോദിച്ചാൽ അതൊരു വല്ലാത്ത പാടെന്ന് ഞാൻ പറയും. അതൊന്നും സമയം ഞാൻ കുറച്ചു കാലം അനുഭവിച്ചത്, ബാക്കിയൊന്നും ഇപ്പം പറയുന്നില്ല. എനിക്ക് ഒന്നറിയാം ഭാരം.
കുടുംബഭാരം. ഹല്ലേലൂയ. ചുമ്മാ പറഞ്ഞത് പിന്നെ നേരത്തെ പറയില്ലേ, പ്രസംഗിക്കാൻ മൈക്കെടുത്തില്ല, ഇതെല്ലാം അനുഭവിച്ച് തീർത്തിട്ടാ പ്രസംഗിക്കാൻ മൈക്ക് കയ്യിൽ കിട്ടിയത്. ഇതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലോകം അറിയപ്പെടുന്ന പാസ്റ്റർ പറഞ്ഞത്, പാസ്റ്റർ നിങ്ങൾക്ക് എന്നെ പള്ളി കൂട്ടാൻ കഴിയും, എന്റെ ശുശ്രൂഷ കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഇത് ശുശ്രൂഷയാണ്. എല്ലാം കണ്ടിട്ട് പട്ടുപത്തി നിറയുന്നതല്ല, ഇതെല്ലാം കഷ്ടപ്പാടിന്റെ ആധിക്യത്തിൽ ഇറങ്ങിപ്പോയിട്ട് എല്ലാം അനുഭവിച്ച് കൂടെ നടക്കുന്ന യേശുണ്ടല്ലോ. ഏലി അവിടെ പറയും, നീ അത് ചെയ്യും, ഇത് ചെയ്യും. എലി കൊണ്ട് കരയുന്നോ, ഞാൻ അതെല്ലാം തരാം, സാരവത്തിനെ സീമലിപ്പിക്കുവോ, അവിടെ എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കൂട്ടിന് കൂടെ വന്ന അപ്പനുണ്ടെന്നേ, ആ അപ്പന്റെ സാന്നിധ്യം അനുഭവിച്ച ഇതുവരെ ജീവിച്ചത്, ഇതുവരെ എത്തിയത് സ്തോത്രം ശമ്പളം കൊണ്ടല്ല, കിമ്പളം കൊണ്ടുമല്ല. അല്ല, മനസ്സിലാകുന്ന ഒരു സ്തോത്രം. എന്റെ നീതിമാ, എന്റെ നീതിമാ. ഇതുകൊണ്ടാണ് നീ അധമമായ വാക്ക് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എന്റെ വായ് നിന്റെ വായായിരിക്കും. Praise the Lord. ഒരു വായിച്ചു വാക്യം സർവ്വസ്വഭീതി അവരുടെ യേശു കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിൻ, അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ. ആരെ തോൽപ്പിച്ച്? പ്രാർത്ഥിക്കുന്നവനെ യിരെമ്യാവിനെ തോൽപ്പിച്ച് പക വീട്ടാൻ വേണ്ടി ലോകം കാത്തിരിക്കുന്ന രാജാക്കന്മാരടക്കം. മനസ്സിലാകുന്നോ? അങ്ങനെ ഭീതി കേട്ട് ഭയപ്പെട്ട് രാത്രി ഉറക്കാൻ പറ്റത്തില്ല, പകൽ ഉറക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ച് കടന്നു പോകുകയാണ് ഒരു മനുഷ്യൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നാലേ രാവിലും പകലിലും നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം. പക്ഷേ അവനെ വശത്താക്കാമെന്ന് വെച്ച് എന്റെ വീഴ്ചയ്ക്ക് കാത്തിക്കണോ. അങ്ങനെ തള്ളിയിട്ടതല്ലേ കഷ്ടം. അടിയിപ്പിടി പാലടിക്ക് മാറിയിട്ടില്ല, പാലൊന്ന് മുതലി പള്ളക്ക് മൊത്തത്തിൽ അപ്പുറത്ത് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കപ്പെടാതെ വിശ്വാസികളൊക്കെ പാലടിയിരിക്കണം. ശുദ്രവും ആവിചാര ക്രിയകളും നിന്റെ കുടുംബത്തിനകത്തിരിക്കണം. പരിശുദ്ധാർത്ഥന മനസ്സിലായ? ചോദിക്കേണ്ട തന്നെയായിരുന്നു, താർന്നതാ, ഒതുക്കിയതാണ്. മനസ്സിലായോ? ഇതിനല്ലേ ഞങ്ങളോട് പറയുന്നത്. എനിക്ക് കഴിഞ്ഞ നേരത്തെ സഭയിൽ നമ്മ സഭയോട് ചേർന്ന്, അയ്യോ എൻ്റെ മാസേ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞ് പള്ളിക്കാവുന്നു. ഇത് കേട്ടപ്പോൾ ഈ ഭയങ്കര സന്തോഷം തോന്നി. ഞാനങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരങ്ങൾ ഒറ്റയെണ്ണ ഐക്യതയില്ല, അമ്മയും മക്കളും എല്ലാം മരുമക്കളുമായിട്ട് ഐക്യതയില്ല. ഇങ്ങനെ എല്ലാം റെഡിയായി. എല്ലാം റെഡിയായപ്പോൾ എന്നെ എടുക്കണം കുറച്ചാണ്. അതിപ്പോഴും അങ്ങനെയായിരുന്നു. ഞാൻ പലരെയും നോക്കാറുണ്ട് ഇപ്പോഴും. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കത്തില്ല, ഓർമ്മ പോലും കാണത്തില്ല, പിന്നെ വീട്ടിൽ പോലും വിളിക്കത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങളെല്ലാം റെഡിയാ, പ്രശ്നമൊന്നുമില്ല. ഇപ്പോ മനസ്സിലായോ? പ്രശ്നം വരുമ്പോൾ മാത്രം വിളി സഹായിക്കുക. പ്രശ്നം പോയാൽ പിന്നെ ആരും വിളിക്കുന്നത് വേണ്ട. ഞാൻ ചിലപ്പോഴൊക്കെ പറയുമ്പോൾ സുഖമല്ലാതായിട്ട് വിളിക്കുകയും പ്രാർത്ഥിക്കണേ സുഖം. സുഖമായ പിന്നെ പറയത്തില്ല, അപ്പോഴേ നമ്മൾ സൗഖ്യം വിളിച്ച് തിരിച്ചു കാണുക. അത് ഒരുപാട് പൈസ കൊടുക്കണ്ടേ? 1 ലക്ഷം രൂപയ്ക്ക് ഫോൺ വിളിക്കണം. മനസ്സിലായോ? ഇങ്ങനെ ആവരുത് കേട്ടോ, ഇങ്ങനെ ആവരുത്. ഒന്ന് വിളിച്ചു പറയണം. നീ പ്രാർത്ഥിച്ച് മറുപടി വിളിച്ചു പറയണം. അതെ, എല്ലാം അറിയാട്ടോ മാസേ. അച്ഛൻ പറഞ്ഞാൽ എനിക്കിന്റെ കാര്യമുണ്ടല്ലോ, ആവശ്യം കർത്താവ് ഇത്ര നന്ദിയാപ്പ, നീ കാത്തോടെ വിശ്വാസം വീണ്ടും അടുത്ത നന്ദിക്ക് പ്രാർത്ഥന മതിയല്ലോ. ആവശ്യമില്ല പ്രാർത്ഥന നമ്മളുടെ പറഞ്ഞു പോയത്. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. അത് സർവോത്തര
ഭീതി കേട്ടോണ്ടിരിക്കുക. ആര്? ഞാനല്ല, ഇരമ്യാവ്. അടുത്ത് വായിച്ചു. എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ ആ. എന്റെ ചങ്ങാതിമാരൊക്കെ പറയുന്നു. അടുത്ത്. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ അവരുടെ കൂടെയുണ്ട്. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ കൂടെ. അതാണ് പറഞ്ഞത്, വിളിച്ചവൻ കൈവിടുന്നവനല്ല. ഇതിനെ അറിയാതെ കൂടെ കൂടെ പറഞ്ഞു, കൈവിടുന്നില്ല ഒരു നാളും എന്നും വാക്ക് പറഞ്ഞവൻ മാറിടുമോ. കൈവിടുന്നില്ല ഒരു നാളും എന്നും വാക്ക് പറഞ്ഞവൻ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു? കൂടെയുണ്ട്, കൂടെയുണ്ട്. അതൊക്കെ നാം വാക്യം ഇനി വരുന്ന വാക്യം വായിച്ചോ. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നാൽ യഹോവ, പുറത്തെല്ലാം ഭീതിയാണ്, അകത്ത് നീ വാതിലൊക്കെ അടച്ച് അകത്ത് ഒളിച്ച് കിടക്കുക. ആയിക്കോട്ടെ, വാതിലടച്ചത് ഇരമ്യാവ് കേട്ടോ, കാവൽപ്പുരത്തിൽ കിടന്നാത്ത മരണം ഉറപ്പാക്കി കിടക്കുക. പക്ഷെ ഉള്ളിൽ നോക്കിയതുമില്ല. എവിടെ മക്കളെ പേടിച്ചിട്ട് അല്പനിമിഷത്തേക്കേ ഉള്ളൂ. അല്പനിമിഷം ഞാൻ വന്നതാണ്. അമ്പലാണ്ടോളം വെറുതെ പറഞ്ഞുകൊണ്ട് രാജാവെ കൽപ്പന രാജാവെ കയറ്റിക്കൊള്ളാം. കൽപ്പന കൊടുത്തു. അവൻ കിടക്കുന്നവരെ കയറ് കെട്ടിയ കയറ്റേണ്ടത്. ഇന്നത്തെ പോലെ കയറൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കുറെ പഴത്തുണിയും ചാമ്പ്യശീലം വായിച്ചോടെ കാണാൻ കഴിയും. ആരെങ്കിലും ഇട്ടുകൊടുത്ത് പറഞ്ഞു, ഇതെല്ലാം എടുത്ത് കയ്യിലെ കാറ്റത്തിൽ വെച്ച് കെട്ടിപ്പോ, ഞങ്ങൾ കയറ് വെച്ച് വലിച്ചെടുത്താൻ പോവുകയാണ്. അങ്ങനെ കയറ് കൊണ്ട് വലിച്ചു കയറ്റി കാവൽപ്പുരം ഘട്ടത്തിന്റെ അപ്പം ഞെരുക്കത്തിന് വെള്ളവും കൊടുത്ത് ഏറെ നാൾ പ്രാർത്ഥിച്ചു. എല്ലാം അതാ പറഞ്ഞത്, പറഞ്ഞ പ്രവചനങ്ങളിൽ വള്ളിക്കുള്ളി വ്യത്യാസങ്ങൾ നിറവേറിയപ്പോ രാജാവിന് കൽപ്പന കൊടുത്തിരമ്യാവ്, ഇരമ്യാവേ, എന്റെ രാജ്യത്തിന്റെ മുമ്പിലുണ്ട്, ഇനി നിനക്ക് എവിടെ വേണമോ പോയി പാർത്തുകൊണ്ടു. കൊട്ടാരത്തിൽ താമസിക്കാൻ എന്നോടൊപ്പം മനസ്സുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ താമസിക്കാം. കുഞ്ഞെ, ഇതാണ് ഞാൻ പറയുന്നത്. 6 കഷ്ടം കണ്ടുകൊണ്ട് ഏഴാമത് തുറന്നില്ല. ഏഴാമത് അപ്പനട ഭഗവാൻ 4 പ്രാവശ്യമാവുന്നത്. 5ാമത്തെ പ്രാവശ്യം കൈ വളഞ്ഞാൽ മതി. മന്ത്രവാദി പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വെല്ലെന്ന് പറഞ്ഞു. ഇതാണ് അവർ പറഞ്ഞത്, ദൈവം 10 ന്യായവിധി ഭഗവാന്റെ വിധത്തിൽ അയച്ചു. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ശക്തനാണ്. നിങ്ങൾ എന്തെങ്കിലും തലവേദന പ്രാർത്ഥിക്കും മാത്രമേ. ഇതിൽ ഞാൻ പറയുന്നത്, കുഞ്ഞെ അസാധാരണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ മരിക്കത്തില്ലേ, മരിക്കത്തില്ലെന്ന് എന്റെ വിളിച്ചോട് കഴിഞ്ഞ മാസം പറഞ്ഞ കാര്യമാണ് പറയുന്നത്. മരിക്കത്തില്ല, അമ്മ ജീവിക്കും. എനിക്ക് ആരും കൂടി അറിയത്തില്ല, ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ല, വിളിച്ചാളെ കണ്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല. ജീവിച്ചു. പിറ്റേ ദിവസം ഐശ്വര്യ മാറ്റി ഞാൻ ഈശ്വരനെ പ്രസംഗിക്കുന്നേ. അതുകൊണ്ടാണ് പറയുന്നേ, കുഞ്ഞെ ഇത് കഥയല്ല. അതുകൊണ്ടാണ് പറയുന്നത്, പിന്നീട് കരയുള്ളതോ വലിയ പാർട്ടികളോ രക്ഷിക്കണേന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മനസ്സിലാകും സൗഖ്യമുണ്ടെന്ന്. അടുത്ത് അവർ ജയിക്കയില്ല. ഇപ്പൊ ജയിച്ചെന്ന് പറഞ്ഞു. നിന്റെ 4 പറഞ്ഞിട്ട് പോലീസ് വണ്ടി കീഴേ കണ്ടില്ലെന്ന് പറഞ്ഞ കീഴേ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. ഇനി കാണാൻ പേടിക്കരുത്. അവൻ എന്തൊക്കെ, അവൻ എത്ര ഉയർന്ന് പറഞ്ഞാലും അവൻ ഇടറി വീഴുമെന്ന എന്റെ ദേവോത്സവം അറിയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ദൈവമായിട്ട് തൊട്ടവരെ നമ്പരാണ്. ദൈവമായിട്ട് തൊട്ടവരെ ആരും ചോദിക്കാൻ പോകത്തില്ല. നീ കർത്താവിന്റെ കൺമണിയാണെന്ന് മാറ്റരുത്. നീ സാധാരണ കാരണം നീ ചിന്തിക്കരുത്. നീ അവന്റെ കൺമണിയാണ്. നിന്നെയാണ് കർത്താവ് നിക്ഷേപമായി സൂക്ഷിക്കുന്നത്. നീ മറന്നുപോയെങ്കിൽ ഒരിക്കൽ ഞാൻ വാക്യം പറഞ്ഞുതരാം. നീ സ്വർണ്ണത്തെ വെള്ളയെ കൊണ്ട് ലോകത്തിൽ വെച്ച് കൂട്ടുന്നില്ലേ, അതിനേക്കാൾ സുരക്ഷിതമായിട്ട് നിന്റെ ആത്മാവിനെ അവൻ സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിപ്പാ. നീ അറിഞ്ഞു വേണം സ്തുതിക്കുവാ. നീ സ്തുതിക്കണമെങ്കിൽ അമ്മ സ്തുതിക്കണം, ആരാധിച്ചാൽ അമ്മ ആരാധിക്കണം. ദൈവത്തെ വിളിച്ച വിശുദ്ധിയോടെ വിളിച്ചോണം. നീ വിശ്വസ്തനായി ജീവിക്കണം. നീ
നിനക്കൊരു പരീക്ഷ ഘട്ടത്തിൽ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ പറയാൻ ലോകത്തിൽ ഹല്ലേലൂയ. അതാണ് കരയുന്ന ഇരമ്യാവേ, കരയുന്ന മോശെ, കരയുന്ന ശിംശോനെ, കരയുന്ന ഗിദെയോനെ എന്നൊക്കെ ഞാൻ വിളിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഇവരാരുടെ ജീവിതം പരാജയപ്പെട്ടില്ല. ആരാധകരല്ല ഞാൻ, അശേരനല്ല ഞാൻ, ആരാശിയാണ് ഞാൻ, പരദേശിയാണ് ഞാൻ. അവൻ ഇവിടുന്ന് വാരിക്കെട്ടി പോയെന്നേ, പരദേശി അവൻ പോയെന്നേ. ഞാൻ പറയണം, ഞാനാ പോയത്. എന്നെയാണെന്ന് വെച്ചോ, ഞാനാ പോയത്. പക്ഷെ എന്നെ അഭിഷേകം ചെയ്തവൻ പോയിട്ടില്ല. അവൻ പറഞ്ഞ വചനത്തിന്റെ ശക്തിയുള്ളതോ ആ തവണ കിടന്ന് ചേർന്ന് സംഭവിച്ചേ മതിയാകത്തുള്ളൂ. ഇതിനാണ് നിന്റെ ആദരത്തിൽ പോകുന്ന വാചനങ്ങളൊന്നുപോലും നിഷ്ഫലമാകുവാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. അനുവദിക്കത്തില്ല. നിന്റെ മരണം കാണാൻ നോക്കിയിരിക്കുന്നവർ നിന്റെ മരണമല്ല കാണുന്നത്, നിന്റെ അടുത്ത വളർച്ച കാണാൻ പോവുകയാണ്, നിന്റെ ഉയർച്ച കാണാൻ പോവുകയാണ്, നിന്റെ ജയം കാണാൻ പോവുകയാണ്, നിന്റെ എഴുന്നേൽപ്പ് കാണാൻ പോവുകയാണ്. നിന്റെ പരാജയപ്പെടുത്താനാ അമ്മയിൽ വിട്ടത്. ഈ അമ്പുകളൊക്കെ തിരിഞ്ഞു പോവുകയാണ്. ചില അമ്പുകൾ ചില അമ്പുകളൊക്കെ ഇന്ന് പകർന്നു. ചില അമ്പുകളൊക്കെ ഇന്ന് പകർന്നു. മനസ്സിലായോ? അമ്പുകൾ കത്തുകയാണ്. ചന്ദ്രനെ തകർത്തെറിയുന്ന ഉടനെറിയുന്ന അഭിഷേകത്തിന്റെ തീയുള്ളതോ അതറിഞ്ഞങ്ങ് പിടിക്കുക.
be and